there is a ചെറുതായിട്ടൊരു birthday surprise for you. And the gift that is your time. It is already been shared. Almost I believe 9 months back. So അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ birthday gift ആണെന്ന്. അപ്പോൾ ഞാൻ birthday സൈഡ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു surprise. Let me play that for you. So let's watch something else. Happy birthday, Pravi. Surprised, huh? 50? No way. I mean, like, you never looked 50 any time. Now also you don't look. I always feel you just painted your hair, you know. So anyway, wishing you a beautiful 50 more to go. And once again, happy birthday. Happy birthday, Pravi. 50, good. So you are also to the club. I think you are the last person from Kannayapuram to be, no, not last. Two more to come in. 2 more to go. 2 more to come in. Anyway, welcome to the Vice Club. All the best. Hi Pravi, many happy returns of the day. പ്രവി ഹാപ്പി ബർത്ത്ഡേ. എടാ നിനക്ക് 50 വയസ്സായോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പകുതി തന്തയായില്ലേ? പിന്നെ 3 പിള്ളേർ തന്തയായി കഴിഞ്ഞില്ലേ? എന്നാലും പണ്ട് പാത്തുമാവിയുടെ ഒക്കത്തിരിക്കണ ചീനാമ്പളി പ്രവിയാണ് എനിക്ക് ഓർമ്മ വരണത്. പിന്നെ കോഴിക്കോട്ട് പഠിക്കണ ആ കുട്ടി പ്രവി. നല്ല രസമായിരുന്നു കോഴിക്കോട്ടെ പഠിത്തം. എൻ്റെ പഠിപ്പിക്കൽ, കുട്ടിയെടുത്തിട്ട് മലയാളം പഠിപ്പിക്കലും, താബിത ടീച്ചറുടെ ഹിന്ദി ട്യൂഷനും, എൻ്റെ സയൻസ് പഠിപ്പിക്കലും, ബാക്കി ഞങ്ങളുടെയൊക്കെ താങ്ങലും എല്ലാം കൂടി നീ എന്തായാലും നന്നായി വന്നൂലോ. പിന്നെ ഗണപതി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഓർമ്മയില്ലേ, നരേന്ദ്രൻ മാസ്റ്റർ? നീ നല്ലോണം പഠിച്ച് നന്നാവും, റിസൾട്ട് നോക്കി വന്നിട്ട് ഞാൻ പാസ്സായി വല്യമ്മേ എന്ന് നീ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം, അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ആശ്വാസവും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രവി. നിനക്ക് പഠിക്കാനുള്ള നല്ല ആഗ്രഹവും അതിനുള്ള പരിശ്രമവും ഒക്കെ അന്ന് തന്നെ എനിക്ക് നല്ലോണം അറിയായിരുന്നു. പിന്നെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നീ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അവിടെയുള്ള സ്കൗട്ട് പ്രസ്ഥാനത്തിൽ നീ വളരെയധികം മികച്ച ഒരു കാഡറ്റായിട്ട് മാറിയിരുന്നു. പിന്നെ പ്രേംനിവാസിലെ ഹോസ്റ്റൽ ജീവിതം പറയണ്ട, നല്ല രസമായിരുന്നില്ലേ? പ്രവി, പ്രിയ, ശ്രീനിവാസൻ എല്ലാവരും കൂടി പരസ്പരം പാര വയ്ക്കലും തല്ലൂടലും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചീത്ത പറയലും അച്ചുട്ടയുടെ ചൊറിയലും ഒക്കെ കൂടി നല്ല രസമായിരുന്നു. പിന്നെ എങ്ങനെ ചൊറിയാതിരിക്കുക? നിങ്ങളെല്ലാം അത്തരത്തിലല്ലേ കാട്ടിക്കൂട്ടിയിരുന്നത്? എല്ലാത്തിനും സാക്ഷിയായിട്ട് പാവം കുട്ടിയെടുത്തി. എൻ്റെ നൂഡിൽസ് പ്രേമം എന്തായാലും എൻ്റെ കസിൻ അവസാനിപ്പിച്ച് തന്നില്ലേ? എന്തായാലും നീ ഇപ്പം നല്ലോണം വളർന്ന് നന്നായി നല്ലൊരു ബിസിനസ് മാഗ്നറ്റായിട്ട് വളർന്നു വന്നുല്ലോ. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം നിനക്ക് എന്തായാലും ഉണ്ടാവും പ്രവി. അതിനുള്ള ഗുരുത്വം നിനക്കുണ്ട്. നിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ നിൻ്റെ ജീവിതവും നിൻ്റെ കുടുംബവും എല്ലാം വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നീ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ തന്നെയുടെ സപ്പോർട്ടും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പറയാനുമില്ല, എന്തായാലും നന്നായി വരും കേട്ടോ. മക്കളും ഒക്കെ നന്നാവും. പിന്നെ ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു 100 ആയുസ് ഉണ്ടാവട്ടെ. അച്ചുട്ടയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രണ്ടാളുടെയും പ്രാർത്ഥനകൾ കേട്ടോ, അനുഗ്രഹങ്ങളും. ഹലോ പ്രവി, അപ്പം നീ 50ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ 50ാമത്തെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും അമ്മാവൻ്റെ വക. പിന്നെ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ നിൻ്റെ പിറന്നാൾ എല്ലാ കൊല്ലം നമുക്ക് ഓർമ്മയുണ്ടാവാറുണ്ട്. എന്താ കാരണം വെച്ചാൽ അമ്മമ്മയുടെ പിറന്നാൾ ദിവസം തന്നെയാണല്ലോ. അതുപോലെ വയസ്സും അതെ, അമ്മമ്മയുടെ വയസ്സ് -50 ആവുന്നുണ്ട് എപ്പോഴും അറിയാം. പിന്നെ നമുക്ക് ഏതായാലും ഒന്ന് ആഘോഷിക്കണം കേട്ടോ. എന്താ കാരണം വെച്ചാൽ നമ്മളിനിയിപ്പോൾ അടുത്ത ഈ പ്ലാറ്റിനം ജൂബിലി അല്ലെങ്കിൽ ഡയമണ്ട് ജൂബിലിക്കൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്കിത് ആഘോഷിക്കണം. എൻ്റെ സൗകര്യം പോലെ മതി, എപ്പോഴായാലും കുഴപ്പമില്ല. ഈ മാസം തന്നെ വേണമെന്നില്ല, എന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം. അപ്പോൾ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. രവി, അപ്പോൾ പിറന്നാൾ ആശംസകൾ കേട്ടോ. 50ാം പിറന്നാൾ ആശംസകൾ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഡിയർ പ്രവീൺ, ഇന്ന് നീ 50ാം പിറന്നാൾ ആഘോഷിക്കുകയാണെന്ന് മനസ്സിലായി. ശരിക്കും അതിശയിച്ചു പോയി.
മാർക്കണ്ഡേയൻ എന്നും 16 എന്ന് പറയുന്ന പോലെ നിനക്ക് 16 ആയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ ധരിച്ചത്. നമ്മൾ രണ്ടുപേരും നമ്മുടെ തറവാട്ടിലെ 2 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. ഞാൻ മൂത്ത ആളുടെ മൂത്ത മകൻ എന്ന പദവിയും നീ ചെറിയ ആളുടെ ചെറിയ മകൻ എന്ന പദവിയും. എറണാകുളത്ത് നമ്മൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. അതിന് കാരണക്കാരൻ ഞാനാണ് എന്ന് നീ ഇടയ്ക്ക് പറയാറുണ്ട്. എന്തായാലും നീയും ധന്യയും അടുത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ധൈര്യം തന്നെയാണ്. നിൻ്റെ 50th ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ 50th ബർത്ത്ഡേ ആണ് ഓർമ്മ വരുന്നത്. എൻ്റെ 50ാം പിറന്നാൾ എൻ്റെ സഹപാഠികളുടെയും എൻ്റെ അധ്യാപകരുടെയും കൂടെ ഞങ്ങളുടെ BCom ഗെറ്റ് ടുഗദറിന് ഒരു ആഘോഷമായിട്ടാണ് അത് കൊണ്ടാടിയത്. എൻ്റെ 60th ബർത്ത്ഡേ ഈ വർഷം ഞാൻ ചെറിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ നീയും കുടുംബവും അവിടെ അവിചാരിതമായി എത്തിയത് എനിക്ക് ഓർമ്മ വരുന്നു. നിൻ്റെ കല്യാണം നിശ്ചയിച്ചതിനു ശേഷം ഞാൻ ഒരിക്കൽ കൽക്കട്ടയിൽ പോയപ്പോൾ ധന്യയുടെ വീട് തേടിപ്പോയത് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ നിന്നെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നീ നല്ലൊരു മകൻ, നല്ലൊരു സഹോദരൻ, നല്ല ഒരു ഭർത്താവ്, നല്ലൊരു അച്ഛൻ, നല്ലൊരു മരുമകൻ എന്നിങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നീ അത് തുടർന്ന് കൊണ്ടുപോവുക. നിൻ്റെ ഈ 50ാം പിറന്നാളിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു എ ഹാപ്പി 50th ബർത്ത്ഡേ. ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇനിയും ഒരു 50 വർഷം ഇതുപോലെ സന്തോഷമായി തുടരൂ എന്ന് ആശംസിക്കുന്നു. Hi, Praveen. Wish you a very, very happy returns of the day on your momentous 50th birthday. All success, joy, happiness. Have a drink on our behalf from Lucknow. Have fun. May it God bless you always. Bye. 50 ഇയേഴ്സ് ക്ലബിലേക്ക് വെൽക്കം. മുടിയൊക്കെ നരച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്. അപ്പൊ ഓബ്വിയസ്ലി യു ആർ വെൽക്കം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, ഹാവ് എ നൈസ് ഡേ. Happy birthday, Pravi. Many more happy returns of the day. Many happy returns of the day, Pravi. Hi Pravyeta, many happy returns of the day. Happy 50th. എത്ര വേഗം അല്ലേ? എൻ്റെ അടുത്ത് തന്നെ കുറച്ച് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. വി ഹാവ് ലോഡ്സ് ഓഫ് മെമ്മറീസ്. മെയിനായിട്ട് രാത്രി അച്ഛനമ്മയായിട്ട് ഞാൻ അടി ഉണ്ടാക്കും. എപ്പോഴെങ്കിലുമൊക്കെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവം മാധമാമ തന്നെ വന്നിട്ട് ഇവിടുന്ന് കൂട്ടിയിട്ട് പോകും. എന്നിട്ട് രാത്രി അവിടെ പോയിട്ട് ഫുള്ള് ജോലിയാണ്. ഫസ്റ്റ് ഹൈലൈറ്റ് ചേമേൻ്റെ ദോശയും പൊടിച്ചമ്മന്തി, അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ടോക്സ്. രാത്രി എല്ലാവരും ഉണ്ടാവും. ചേമിയും മാധമാമിയും പ്രവിയേട്ടനും ഞാനും എല്ലാവരും കൂടി ഇരുന്ന് രാത്രി ഫുള്ള് വിശേഷം പറച്ചിലാണ്. അത് ഭയങ്കര ഫണ്ണായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രവേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ യക്ഷിക്കഥകൾ പറയാൻ. രാത്രി മുഴുവനും നമ്മളെ പേടിപ്പിക്കും. പണ്ട് മനു ചേച്ചിയും എന്നെയും പേടിപ്പിച്ചിട്ട് ഞങ്ങൾ രാത്രിയിൽ എന്താ പറയുക, ഈ ഓലയെല്ലാം ആടണം കണ്ടിട്ട് ഞങ്ങൾ അവസാനം രാത്രി താഴത്തേക്ക് ഇറങ്ങിപ്പോന്നൊക്കെ ഓർമ്മയുണ്ടോ? ഇറ്റ് വാസ് ആക്ച്വലി വെരി ഫൺ പണ്ട്. ആൻഡ് ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ബൈ. ഹാപ്പി ബർത്ത്ഡേ പ്രവേട്ട. അങ്ങനെ 50 വയസ്സായില്ലേ? അങ്ങ് വയസ്സായി. ഞങ്ങളെമാരുള്ള യൂത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ മാറി വയസ്സന്മാരുടെ ഗ്രൂപ്പിലായി. പണ്ട് ചെറുതാവുമ്പോൾ നാട്ടിൽ വന്നിട്ട് അണ്ണാനെ പിടിച്ച പോക്കറ്റിലിട്ടപ്പോൾ മുതൽ ആ ഇതിൽ മുതലുള്ളതാണ്. പിന്നെ വലുതായപ്പോൾ മദ്രാസിൽ വന്ന് പ്രൈവറ്റിൻ്റെ കൂടെ അവിടെ എല്ലാവരും കൂടെ ഇതായതും ചുറ്റിയതും പിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് ഇതുവരെ മുഴുവനും പഠിച്ചിട്ടില്ല. അത് അന്ന് പ്രൈവറ്റും കൊണ്ടുപോയി നടു റോഡിൽ വീഴ്ത്തിയിട്ട് ഞാൻ ഇറങ്ങി നിന്നു. എല്ലാവരും ഓടി വന്നപ്പോൾ പ്രൈവറ്റ് സ്കൂട്ടറും കൊണ്ട് വീണ് ഇതൊന്ന് പ്രൈവറ്റിന് മുറി ഞാൻ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇതേമാതിരി രാത്രി വന്നു കഴിഞ്ഞാൽ മദ്രാസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും പ്രൈവറ്റിനും കൂടി അവിടെ ഇരുന്ന് മമ്മി വീട്ടിലിരുന്ന് ന്യൂസ് കാണുന്നതും പ്രൈവറ്റിൻ്റെ ഇന്ന് എല്ലാവരെ പറ്റിയുള്ള ഗോസിപ്പും ന്യൂസൊക്കെ അപ്പോഴാണ് കിട്ടുക പ്രൈവറ്റ് ഇങ്ങനെ വരുമ്പോൾ.
ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണോ, ആരൊക്കെ എന്തൊക്കെ ഇതാകണു എന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു കാര്യം ഇപ്പോൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ പ്രവേട്ട. ഹാപ്പി ബർത്ത്ഡേ പ്രവേട്ട. അപ്പോൾ പ്രിയപ്പെട്ട പ്രവേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ജന്മദിനാശംസകൾ. Happy birthday, happy birthday, happy birthday to you. Happy birthday, Praveen. So turning 50 is just not a number. It's about the man you've become and the journey you've walked. You've always carried yourself with integrity, humility and warmth. What I've seen of you is that you've been a loving husband, a devoted father and a strong pillar to your family. Wishing you many more years filled with happiness and love. Once again, happy birthday. ഹാപ്പി ബർത്ത്ഡേ പ്രവീ. ഹലോ പ്രവി, ഹാപ്പി ബർത്ത്ഡേ. ഇത് എത്രാമത്തെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെക്കാളൊക്കെ ചെറുപ്പമാണ് ഞങ്ങൾക്ക് എന്നുള്ള വിചാരത്തിലിരിക്കുക. നിങ്ങളൊക്കെ വയസ്സറിഞ്ഞാൽ, പ്രവീൻ്റെയൊക്കെ വയസ്സറിഞ്ഞു കഴിഞ്ഞാൽ ബേജാറായി പോകും ഞാൻ. പഴയ നല്ല കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാം നമുക്ക്. പുത്തനാലിക്കൽ താമസിച്ചപ്പോൾ ഉള്ളതും 10 മണിപ്പൂവിൻ്റെ തൈ തന്നതും ജാമ്പയ്ക്ക നട്ട് പ്രവീയുടെ ജാമ്പയ്ക്ക പൊട്ടിച്ച് കഴിച്ചതും ഒക്കെ നല്ല ഓർമ്മ ഉണ്ട്. അതുമാതിരി അവിടെ ഉണ്ടാ ജാമ്പയ്ക്കൊക്കെ? അതോ പ്രാരാബ്ധക്കാരനായി മാറിയ? നമുക്ക് ഒരു പഴയ മാതിരി ഒരു ഗെറ്റ് ടുഗദർ വെക്കാം ഒരു ദിവസം. എന്തായാലും പിറന്നാളൊക്കെ കേമായിട്ട് ആഘോഷിച്ചോളൂ. എല്ലാവിധ ആശംസകളും. എന്നും ചെറുപ്പമായിട്ടിരിക്കട്ടെ. ഹായ് സർ. സാറിന് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ സർ. സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് പറയാനാണ്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് തന്നെ പ്രവീൺ സാറിനോടൊപ്പമാണ്. ഇപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ കളർ ഗ്രേപ്സ് ആയിരുന്നു. പിന്നെ അത് കോഡ് ഡിസൈൻ ടെക്നോളജീസായി. ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷത്തോളമായി. ഈ 12 വർഷത്തിൽ പല സംഭവങ്ങളും പല കഠിനമായ സമയങ്ങളും ഉണ്ടായിരുന്നിട്ടും സാറ് ഒരു ബോസിനെ പോലെ ആയിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്നുവെച്ചാൽ സാറ് എന്നെ സംബന്ധിച്ച് സാർ എനിക്കൊരു ഫാമിലി മെമ്പറും കൂടി ആയിരുന്നു, അതുപോലെ തന്നെ ഒരു മെൻറ്ററും ആയിരുന്നു. ഈ 12 വർഷത്തിൽ പല പ്രൊജക്റ്റുകളും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ചിലതൊക്കെ പരാജയങ്ങളും ആയിട്ടുണ്ട്. എന്നാലും സാർ ഞങ്ങൾക്കൊരു നല്ലൊരു പ്രോത്സാഹനത്തോടു കൂടി തന്നെയാണ് അതിനൊക്കെ വീക്ഷിക്കാനും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പഠിക്കാനുമായിട്ടായിരുന്നു സാറ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും സാർ ഓരോ പ്രൊജക്റ്റുകളും പരാജയപ്പെടുമ്പോൾ കുറ്റം പറയുകയോ നമ്മളെ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും പറയുക അങ്ങനെയൊന്നും സാർ ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞ് സാർ എപ്പോഴും ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാറിൻ്റെ കൂടെ ഈ 12 വർഷം വർക്ക് ചെയ്തപ്പോൾ ഒരു ബോസ് എംപ്ലോയി എന്നുള്ള ഒരു രീതിയിലല്ല ഞാനും സാറ് എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫഷണലായാലും പേഴ്സണലായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മാമിനോട്. എനിക്കൊരു ബോസ് എംപ്ലോയി എന്നുള്ള ഫീലിംഗ് എനിക്ക് വന്നിട്ടില്ല. സാറിൻ്റെ കൂടെ എന്നും വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സാറ് നല്ല സത്യസന്ധമായിട്ടാണ് സാറ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സാറാണെങ്കിലും നമ്മളെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടാണ് സാർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് കുറച്ചൊന്നുമല്ല, കുറച്ചധികമായിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ ചുരുക്കി ഞാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയണം. ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടിയും സാറിന് ഒന്നും കൂടിയും ജന്മദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ സാർ. ഹായ് സാർ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കളർ ഗ്രേപ്സ് മുതൽ കോഡിസിയം വരെയുള്ള ഈ ജേണിയിൽ സാറിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ 7 years ലോങ് ജേണിയിൽ നമുക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിലുപരി ഒരു പേഴ്സണൽ ബോണ്ടിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തുടർന്നും എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ സാറിന് സാധിക്കട്ടെ. സാറിന് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. Happy birthday, Praveen sir.
പേഴ്സണലി ഫോർ മീ കോഡിസൈൻ ടെക്നോളജീസ് ആയിരുന്നു എൻ്റെ തുടക്കം, എൻ്റെ കരിയറിൻ്റെ തുടക്കം. I still remember the conversation we had during my first day at CodeDesign. എന്നെ ഇൻ്റർവ്യൂ ചെയ്തതും എന്നെ സെലക്ട് ചെയ്തതും സാറായിരുന്നു. I never had any expectation that I would be selected for your firm as a designer because എനിക്ക് അതിന് മുമ്പ് ഒരു couple of rejections കിട്ടിയിരുന്നു. So I was totally demotivated and എനിക്ക് പല കരിയർ പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തകടം പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് I went there, took the interview, and the way you treated me was so different from the previous experiences, and the way you trusted me, the way you motivated me, the way you I don't know, you saw something in me and you selected me, and ആ ട്രസ്റ്റും എനിക്ക് തന്ന ട്രസ്റ്റും ഒക്കെയാണ് ഇപ്പോഴും എന്നെ നിലനിർത്തുന്നത്. ഞാനത് ഒരു കാലത്ത് അത് എന്നിൽ നിന്ന് പോയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആയി നിൽക്കുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. സാറിൻ്റെ ഗൈഡൻസും സാറിൻ്റെ മാമിൻ്റെയും ഓഫ് കോഴ്സ് ബോത്ത് ഓഫ് യു പീപ്പിൾസ് ഗൈഡൻസ് എല്ലാമാണ് നൽകിയ ട്രസ്റ്റ് ഒക്കെയാണ് എന്നെ ഇപ്പോഴും നിലനിർത്തുന്നത്. സോ ഐ എം eternally grateful for that, and I sincerely wish you all the success, all the health, wealth, and all the happiness in life, and wish you a happy birthday. ഹായ് സർ, ഫസ്റ്റ് തന്നെ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മൾ തമ്മിലൊരു 6 വർഷത്തെ പരിചയമാണുള്ളത്. അത് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാർ ഒരു ഫ്രണ്ട്ലി ടൈപ്പാണ്. ഓഫീസിലാണെങ്കിലും സാർ ഒരു കമ്പനി ഓണർ, ഞങ്ങൾ എംപ്ലോയീസ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പുതിയ ടെക്നോളജീസ് വരുമ്പോഴാണെങ്കിലും സാർ എപ്പോഴും അത് ഞങ്ങളോട് പഠിക്കണം, നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കമ്പനിക്ക് അത് ആവശ്യമില്ലെങ്കിലും ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി സാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുള്ള എംപ്ലോയീസിനോടൊക്കെ ആണെങ്കിൽ സാറ് പിന്നെയും കോണ്ടാക്റ്റ് വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോഴാണെങ്കിലും സാറ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ സാറിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ സാറൊരു സംഭവമാണ്. ഇതുപോലെ അടിപൊളിയായിട്ട് ഒരുപാട് നാൾ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ സാർ ഒരു 3 വർഷത്തെ ബർത്ത്ഡേ ട്രീറ്റ് പെൻഡിങ് ഉണ്ട്. കുഴപ്പമില്ല, അതെല്ലാം കൂടി ഈ പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Wish you a very happy birthday, sir. You being a very great boss and inspiration. There are so many good things which I have actually learned from you with very small time. And I wish you a very happy birthday. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ സാർ. സുഖാണെന്ന് കരുതുന്നു. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും ആരോഗ്യം ഉണ്ടാവട്ടെ. നാട്ടിലുള്ള സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല, അന്ന് പോയതിനു ശേഷം തീരെ കാണാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഇൻഷാല്ലാ ഈ വെക്കേഷനിൽ കാണണം. ഓക്കെ. ഹലോ സാർ, എനിക്ക് സാറുമായിട്ടുള്ള പരിചയം ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആകുന്നതൊക്കെ ഉള്ളൂ. കൂട്ടത്തിലുള്ളവർ വെച്ച് ഏറ്റവും കുറവ് പരിചയം എനിക്കാണ്. ഏറ്റവും ബാക്കിയുള്ളവരൊക്കെ നേരത്തോട്ടുള്ളവർ ഞാനിപ്പം വന്നതായതുകൊണ്ട് എനിക്കൊരു 6 മാസത്തിൻ്റെ പരിചയമൊക്കെ ഉള്ളൂ. പക്ഷേ സാറുമായിട്ട് ഇടപഴകുന്നിടത്ത് ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഒട്ടും തോന്നാറില്ല. ഭയങ്കര കംഫർട്ടബിളാണ് സാറുമായിട്ട് ഇടപഴകുന്നിടത്തും കാര്യങ്ങളുമൊക്കെ. സാറിന് 50 വയസ്സൊക്കെ ആകുമെന്ന് കേട്ടപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 40 വയസ്സൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 45 വയസ്സൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. 50 വയസ്സ് സാർ ഭയങ്കര യങ്ങാണ്. ചർമ്മം കൊണ്ട് ഭയങ്കര യങ്ങായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഇത്രയും പരിചയക്കുറവൊക്കെ ഉണ്ടെങ്കിലും സാർ അതിൻ്റെ അനുസരിച്ചുള്ള ജാടയോ അങ്ങനെയൊന്നും കാണിച്ചില്ല. കുറച്ചൊക്കെ ഇടാം, കുഴപ്പമില്ല. കുറച്ച് ജാടയൊക്കെ കിട്ടുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എനിവേ 50-ാം വയസ്സിലോട്ട് ഏകദേശമല്ല, ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോകുന്ന സാറിന് തന്നെ ട്രീറ്റിൻ്റെ കാര്യം മറക്കരുത്. ഹാഫ് സെഞ്ചുറി അടിക്കുന്ന സാറിന് എല്ലാവക പിറന്നാൾ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ സാർ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു പ്രവീൺ സാർ. എന്താ പറയുക, ലോങ് ടേം ഫ്രണ്ട്ഷിപ്പാണ്. ദീർഘകാലം ഇത് നിലനിന്ന് പോട്ടെ. ലൈഫിൽ എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് സാറിന് നേരുന്നു. ബേസിക്കലി എപ്പോഴും ആദ്യം എന്തെങ്കിലും സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഫ്ലൈഡപ്പ് ആവും. പക്ഷേ പെട്ടെന്ന് പിന്നീട് അത് എപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യാനും.
ആ ഒരു കംഫർട്ട് സോണ് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളായിട്ട് വർക്ക് ചെയ്യാൻ. പോസിറ്റീവ് തിങ് ഫോർ യു എവറി ടൈം. മറ്റുള്ളവർ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പ്രഷറും ആ പ്രോബ്ലംസും സാറ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ടീമായിട്ട് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് തരാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊരു വളരെ നല്ലൊരു ഇതാണ്. മാത്രമല്ല നമുക്കൊരു നല്ല പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് ചെയ്യാനും നല്ല രീതിയിൽ എന്താ പറയുക, ഒരു മാർക്കറ്റിൽ നല്ലൊരു പേരുണ്ടാക്കാനും നമുക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലും എനിക്ക് താങ്ക്സ് ഉണ്ട് താങ്കളുടെ അടുത്ത്. പിന്നെ ഉള്ളത് ലോങ് ടേം എന്നെ എപ്പോഴും ഒരു എന്താ പറയുക, ഗൈഡ് ചെയ്യുന്ന ഒരു ബിഗ് ബ്രദറായിട്ട് എപ്പോഴും നിൽക്കുന്നതും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാനെന്നും അതിൽ താങ്കിങ് ടു യു ആൻഡ് യുവർ ഫാമിലി. നമസ്കാരം പ്രവീൺ സാർ, എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. Hi Praveen sir, happy birthday to you. Wishing you a fantastic year ahead, filled with success, good health and happiness. Have an amazing day, sir. ഹാപ്പി 50th ബർത്ത്ഡേ പ്രവീൺ സർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. സാറിൻ്റെ വിഷൻ കൊണ്ടാണ് മിതാൻ ഇത്രയും നല്ല ബെറ്ററായി വന്നത്. അതുകൊണ്ട് താങ്ക് യു ഫോർ ദാറ്റ്. സാർ എപ്പോഴും അപ്രോച്ചബിളും ലൈക്ക് മോട്ടിവേറ്റിംഗ് ആയതുകൊണ്ട് ലൈക്ക് എല്ലാവർക്കും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, താല്പര്യമുണ്ട്. ഹാപ്പി 50th ബർത്ത്ഡേ പ്രവീൺ സർ. Many happy returns of the day, sir. I wish you lots of happiness and you stay healthy as long as you live. പിന്നെ ഐ ഹോപ്പ് സാറിൻ്റെ ഈ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഫ്രണ്ട്ലി വൈബും ഒക്കെ എന്നും ഉണ്ടാവട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. സാറിൻ്റെ ഒരു ബർത്ത്ഡേ ട്രീറ്റിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഹായ് സാർ, സോഫ്റ്റ്വെയറിൻ്റെ ഈ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവീൺ സാറിന് എൻ്റെ പേരിലും മിതാൻ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. Happy birthday, sir. Wishing you good health, continued success, and lasting happiness. Many happy returns of the day, dear Praveen sir. First of all, thank you for giving an opportunity in Midan family. Working under your leadership is a grateful opportunity for me. Once again, many happy returns of the day and wishing you a grateful year ahead. Hi sir, happy birthday. First of all, thank you for giving me an opportunity for being a part of Midan family. Wishing you a long, happy and wonderful years ahead. Once again, happy birthday sir. പ്രവി, many happy returns of the day. നല്ലൊരു പിറന്നാൾ ആശംസിക്കുന്നു. ഇനി ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോഴും നമ്മളുടെ പ്രായം കുറഞ്ഞു വരട്ടെ, മനസ്സ് ചെറുപ്പമായി കൊണ്ടിരിക്കട്ടെ. പ്രവി ഞാനും ഒരുപക്ഷെ എന്ന് മുതൽ കാണാൻ തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് കന്യാപുരത്ത് വെക്കേഷൻ വരുമ്പോഴും അതേപോലെ തന്നെ തങ്കേടത്ര വീട്ടില് പൂജയ്ക്കും വരുമ്പോഴാണ് നമ്മൾ പ്രവിയായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക. അതിനുശേഷം വലിയൊരു ഇന്ററാക്ഷൻ വന്നത് തങ്കച്ചേച്ചിയുടെ വീട് വാടകയ്ക്ക് എടുത്ത സമയത്താണ്. അവിടെ ഒരുപാട് സമയങ്ങൾ ഞാനും പ്രവിയും ഒറ്റയ്ക്ക് ചെലവഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഭാവി കാര്യങ്ങൾ ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ടൈം. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും ഒക്കെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ എത്തിയപ്പോൾ അവിടെ വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിൽക്കുന്ന കുറെ ഫ്രണ്ട്സ് അതെല്ലാം കൂടി കൂട്ടിവെപ്പിച്ച് അത് വലിയൊരു 10-12 പേരുടെ ഒരു വലിയൊരു കൂട്ടായ്മയായി മാറി. അവിടെ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ, വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന കാര്യങ്ങൾ, സിനിമയ്ക്ക് പോക്ക്,
സിനിമയ്ക്ക് പോകുന്നൊരു അതിനൊന്നും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ, നല്ല സമയം നമുക്ക് ചെന്നൈയിലുണ്ടായി. പിന്നെ കൊച്ചിയിലേക്ക് എത്തി. പക്ഷെ കൊച്ചിയിലെത്തിയപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾ കാണുന്നേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ കാണുന്നതും നമ്മുടെ നാട്ടിൽ നിന്നാണ്. അപ്പൊ എനിവേ, once again, wishing you a happy birthday. Enjoy the life. Bye-bye. ഹാപ്പി ബർത്ത്ഡേ. നമസ്കാരം, ഞാൻ കൃഷ്ണകിരൺ. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രവിക്ക് എൻ്റെ എല്ലാവക ആശംസകളും ഭാവുകങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. പൊതുസമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും എന്നും താങ്ങും തണലായിട്ട് ഒരുപാട് കാലം കൂടിയും പ്രവിക്ക് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നേരിട്ട് വന്ന് നിങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആശംസയും ഞാൻ പ്രവിക്ക് നേരുകയാണ്. ഹായ്, പ്രവിയുടെ 50ാം പിറന്നാളാണെന്ന് അറിഞ്ഞു. ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. പ്രവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഏബിളാണ്, ഹെൽപ്ഫുള്ളാണ്, നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ മദ്രാസിൽ ഒരു ടീമായി ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ മദ്രാസിൽ നിന്ന് പോരുന്ന അവസാന ഘട്ടത്തിലാണ് പ്രവി അവിടെ എത്തിയതെങ്കിൽ കൂടി ഞങ്ങൾ കുറച്ചു കാലം അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. എപ്പോഴും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വളരെ തന്മയത്വത്തോടു കൂടി പെരുമാറാനൊക്കെ കഴിയുന്ന ഒരാളാണ് പ്രവി. ചെറുപ്പത്തിലെ പ്രവി വളരെ വികൃതിയായിരുന്നു. ഒരനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മാധവേട്ടൻ പറഞ്ഞു, എനിക്ക് തിരക്കുണ്ട്, നീ ഇവനെ ഒന്ന് ടീച്ചറുടെ അടുത്ത് ട്യൂഷന് കൊണ്ടേക്ക് എന്ന് പറഞ്ഞു. കാർമണയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ടീച്ചറുടെ വീട്. ഒരു വലിയ പാടം ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. മഴക്കാലമായിരുന്നു. ഞാനിവനെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷേ എൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിയപ്പോൾ പാടത്ത് നിറച്ച് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ശ്രദ്ധ തെറ്റിയ ഉടനെ ഇവൻ എൻ്റെ കൈ പിടിച്ച് ഓടി ഈ ചെളിയായിരുന്നു. ചെളിയിൽ കാല് പൊന്തി കയറാൻ പറ്റാതെ ഞാൻ വലിച്ചു കയറ്റി അവൻ്റെ ചെരുപ്പ് പോയി എന്ന് മാതാപിതാക്കളെന്ന് കുറേ ചെയ്ത് കേട്ടു. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ ഏട്ടൻ മോമിയെ വികൃതിയിൽ തോൽപ്പിക്കാനൊന്നും അവന് എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. പക്ഷേ വികൃതികളായ കുട്ടികളെയാണ് എനിക്കിഷ്ടം അന്നും. കാരണം വെച്ചാൽ അവർ വളർന്നു വരുമ്പോൾ വളരെ സ്നേഹമുള്ളവരും വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നവരൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. പ്രവി അത്തരത്തിൽ തന്നെ നല്ലൊരു മനുഷ്യനാണ്. പ്രവിക്ക് കുടുംബത്തോടൊപ്പം ഒരുപാട് കാലം നല്ല സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയിട്ടും ജീവിക്കാനുള്ള അവസരമുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. Hi Pravi, many more happy returns of the day and a successfully golden era, alle? Okay, great. Be blessed, enjoy, cherish, live happily. Okay, and moreover, enna party? Let me know. Not me alone, everybody. We can enjoy rock and roll. Enjoy. Cheers. പ്രവി നമസ്കാരം. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രവിക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ ജന്മദിന ആശംസകൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗഹൃദം തുടങ്ങുന്നത് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കന്യാപുരം പാടത്ത് കളിക്കാൻ വരുമ്പോഴാണ്. അങ്ങനെയാണ് നിന്നെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിച്ചത് നമ്മുടെ മദ്രാസ് ജീവിതമായിരുന്നു. മദ്രാസിൽ നമ്മൾ രണ്ടുപേരും പറിച്ചു നട്ടതിന് ശേഷം അവിടുത്തെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഗാണ്ഡമായി കിടക്കുകയാണല്ലോ, എനിക്കറിയാമല്ലോ. എന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, നീ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന
ഇഡ്ഡലിയും ബീഫ് ഫ്രൈ ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, ആ ദിവസം നീ വരുന്ന ദിവസം നമ്മുടെ റൂമിലത്തെ സകല അന്തേവാസികളും 7 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റിരുന്ന് പല്ലൊക്കെ തേച്ച് റെഡിയായിരിക്കും. പിന്നെ നീ വന്നതിന് ശേഷം നിലത്തിരുന്ന് വട്ടമിട്ട് എല്ലാവരും ഇരുന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും. ഏതായാലും കുറേയൊക്കെ ഞാൻ ഓർക്കാറൊക്കെ ഉണ്ട്. പണ്ട് ONV സാറ് പറഞ്ഞ പോലെ, വെറുതെ ഈ മോഹങ്ങൾ മോഹിക്കാൻ അറിയുമ്പോഴും വെറുതെ മോഹിക്കാനും മോഹം. ലൈനൊക്കെ ശരിയാവുമെന്ന് എനിക്കറിയില്ല, കുറേ കാലമായി നോക്കിയിട്ട്. ഏതായാലും ഒരിക്കൽ കൂടി പ്രവിക്ക് ജന്മദിനാശംസ നേരുന്നു. ഇനിയും ഒരു 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ஹாய் பிரவீன், ஹாப்பி பர்த்டே டு யூ. உனக்கு ஞாபகம் இருக்கா, இந்த ஃபோட்டோ நம்ம ஒட்டப்பாலத்தில் ஓணம் டைமில் நீ, நானும் சுஷாந்த் சாஜ் எல்லாமே என்ஜாய் பண்ணி எடுத்தது தாஸோட. Do you remember this photo? Once again, happy birthday to you. Stay blessed. Hello, Praveen bro. Happy birthday. Many returns of the day. നമസ്കാരം മോനെ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ഗ്രേറ്റ് ഇയർ. എന്തായാലും ഹാഫ് സെഞ്ചുറി അടിച്ചു. നമ്മളൊക്കെ കൂടി എൻ്റെ ഒപ്പായി നീ ഇപ്പൊ ഹാഫ് സെഞ്ചുറി വന്നല്ലോ. നമുക്ക് ഒന്നിച്ച് സെഞ്ചുറി അടിക്കണം കേട്ടോ. അതിനുള്ള നോക്കാം. ശരി, ഇപ്പൊ നീ മറക്കണ്ട, വേഗം പോയി കേക്ക് കഴിച്ചോ, അല്ലെങ്കിൽ നിന്റെ മക്കള് ഫുൾ കാലിയാക്കും ഇപ്പോ. ഗോഡ്സ് ഗ്രേസ് ദാ. ടേക്ക് കെയർ. ബൈ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഇഷ്ടമായിരുന്നു. ഇനി നമുക്കൊരു ചെറുതായിട്ട് ഒരു സർപ്രൈസ് തരാം. ഓക്കെ, നിങ്ങൾ വളരെ അധികം അടുപ്പൊന്നുമില്ല ചില ആൾക്കാർ. ഹലോ പ്രവീൺ സാർ, ഹാപ്പി ബർത്ത്ഡേ. ആൽഫ ചാനൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് കളർ ഗ്രേപ്സിൽ കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 വർഷത്തോളം ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു, ഒരുപാട് ക്രിയേറ്റീവ് ആയിരുന്നു. ഇപ്പം ഞാൻ ദുബായിലുള്ള എന്തായാലും സാറ് ഹാപ്പി ആയി വിചാരിക്കുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. കളർ ഗ്രേപ്സിൻ്റെ എല്ലാമായിരുന്ന ശ്രീ പ്രവീൺ സാർ 50ൻ്റെ ചെറുപ്പത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നറിയുന്നു. സാറിന് എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഹായ് പ്രവീൺ സാർ, ഹാപ്പി ബർത്ത്ഡേ. സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. കളർ ഗ്രേപ്സ് ആണ് എൻ്റെ ഫസ്റ്റ് കമ്പനി. സാറിനെയാണ് ഞാൻ അവിടെ വെച്ച് മീറ്റ് ചെയ്തത്. അപ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ സാറിൻ്റെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഉള്ള കരിയറിലെ ഏറ്റവും ഒരു ബേസ് എനിക്ക് കളർ ഗ്രേപ്സിൽ നിന്ന് കിട്ടിയത്. അപ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതിലും ഒരുപാട് നന്ദി, താങ്ക്സ്. ഈ 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന സാറിന് ഇതുപോലെ ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. ഹലോ സർ. സർ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. സാറിന് ഇന്ന് ഇങ്ങനെ ഒരു വിഷ് തരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 2014 ഞാൻ കളർ ഗ്രേപ്സിൽ ജോയിൻ ചെയ്തത്. അന്ന് ജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിട്ട് എനിക്ക് റിസൈൻ ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തു. അപ്പൊ ഞാൻ സാറിനോട് അത് വന്ന് പറയുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അനു വർക്ക് അറ്റ് ഹോം ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത്. അന്ന് സാറ് തന്ന മോറൽ സപ്പോർട്ട് അധികം കമ്പനികളൊന്നും അങ്ങനെ വർക്ക് അറ്റ് ഹോം ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അന്ന് സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു മെയിൻ ഫാക്ടർ സാർ അന്ന് തന്ന മോറൽ സപ്പോർട്ട്. സോ സാറിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. വൺസ് അഗൈൻ വിഷിംഗ് യു വണ്ടർഫുൾ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ സാർ. സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ഇത്രയും സ്റ്റാഫിനോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും അടുത്ത് സംസാരിക്കുകയും അവർ വേണ്ട കാര്യങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ആളാണ് പ്രവീൺ സാറ്. എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ ലൈഫ് ഗോൾസ് പറഞ്ഞാൽ പോലും അവരെ അത് മോട്ടിവേറ്റ് ചെയ്യണവും
അതിന് വേണ്ട സപ്പോർട്ടും സാർ എപ്പോഴും കൊടുക്കാറുണ്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു സാറിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്ത സമയത്ത്. എൻ്റെ കൂടെയുള്ളവർ അത് തന്നെ പറഞ്ഞിരുന്നത്, വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു അവർക്കെല്ലാം സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത്. ഈ 50ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രവീൺ സാറിന് ഒരുപാട് ഇതുപോലെ തന്നെ ആയുസ്സും ഇതും സന്തോഷം ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഒരു 100 വർഷത്തിലധികം സന്തോഷവാനായിട്ട് ഇതുപോലെ തന്നെ ജീവിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടെ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹായ് പ്രവീൺ സാർ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് കരുതുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ധന്യമായുടെ മെസ്സേജിൻ്റെയൊന്നും പ്രവീൺ സാറിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു. ഇങ്ങനത്തെ എല്ലാവരുടെയും കൂടിയിട്ടൊരു വീഡിയോ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിവേ അഗെയിൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് സർ, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകൾ. താങ്ക് യു. ഹായ് സാർ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പ്രവീൺ സാർ. സാറിന് സാറിൻ്റെ കുടുംബത്തിന് സുഖമെന്ന് കരുതുന്നു. ഒരു സമൃദ്ധിയായ നേട്ടങ്ങളും വിജയങ്ങളും ഇനിയും സാറിന് കൈവരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നല്ല ആരോഗ്യവും സന്തോഷവും ആശംസിച്ചു കൊള്ളുന്നു. ഒരു അതിശയകരമായ ഒരു ജന്മദിന ആശംസകൾ നേർന്നു കൊള്ളുന്നു സാർ. ബായ് സാർ. ഹായ്. അപ്പോൾ ആദ്യം തന്നെ വിഷയം പ്രവീൺ സാർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ ദിവസം തന്നെ മാം വിളിച്ചായിരുന്നു, ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുടെ വീഡിയോ കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയക്കണേണ്. അപ്പോൾ കളർ ഗ്രേപ്സിൽ ഞാൻ വരുന്നത് 2017 ടൈമിലാണ്. അന്ന് കളർ ഗ്രേപ്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ടൈമിൽ ജോയിൻ ചെയ്ത ടീം ഇതാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുമുട്ടിയ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് നല്ലതല്ല ഞാൻ എടുക്കും, നല്ലത് കണ്ടുപഠിക്കും, അവരെ ഇമിറ്റേറ്റ് ചെയ്യും, അവരുടെ നല്ലതെല്ലാം ഞാൻ പഠിക്കും. അങ്ങനെ പ്രവീൺ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. പെട്ടെന്ന് എനിക്ക് സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വന്നത് പ്രവീൺ സാറിൻ്റെ ഒന്ന് കുട്ടാന്നുള്ള വിളി, രണ്ടാമത് സാറ് നമ്മുടെ അടുത്ത് ഡീൽ ചെയ്യണ രീതി. എന്താ പറയുക കൂട്ടാ, ഓടിക്കോട്ടാ, അത് മറക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പെട്ടെന്ന് സാറേ എന്ത് പ്രഷർ ഒരു ഓഫീസ് നടത്തുമ്പോൾ അതെ നല്ല രീതിയിൽ പ്രഷർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴും സാർ ഒരു ടൈപ്പ് ഓഫ് അത് വളരെ കൂളായിട്ടാണ്. ചിലപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിരിക്കും, എന്നാലും സാർ വളരെ നൈസായിട്ട് കൂളായിട്ടാണ് അത് ഡീൽ ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതി അത് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ. ഞാനത് എടുത്തൊരു കാര്യമാണത്. പിന്നെ ഇപ്പോൾ മാമിൻ്റെ കാര്യം, ധന്യ മാം ആണ് സാറിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ആർട്ടിനെ പറ്റിയിട്ടാണെങ്കിലും പല കാര്യങ്ങളും സാർ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ കടന്നു വന്ന് പല കാര്യങ്ങളും പകർന്നു തന്നൊരു നല്ലൊരു ഗുരുവാണ് പ്രവീൺ സാറ്. ആ നിലയിലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഞാനൊരിക്കലും മറക്കില്ല. വളരെ നല്ലൊരു മെൻറ്ററാണ് സാർ. അവിടെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, അവിടെ എല്ലാവർക്കും പല കാര്യങ്ങളും നല്ല രീതിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വർഷം മാത്രമല്ല, ഇനി മുമ്പോട്ടുള്ള എല്ലാ ബർത്ത്ഡേകളും അടിപൊളിയാവട്ടെ, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. ഹായ് പ്രവീൺ സാർ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് വന്നപ്പോൾ ഞാൻ കയറിയ ഫസ്റ്റ് കമ്പനിയാണ് കളർ ഗ്രേപ്സ്. പിന്നെ നമ്മളത് റീബ്രാൻഡ് ചെയ്ത് CTT ആക്കി, ലോഗോ റീബ്രാൻഡ് ചെയ്ത് തുടങ്ങി. ഓരോ ക്ലയൻസിന്റെ എല്ലാത്തിന്റെ പുറകിലുള്ള സാറിന്റെ ഒരു വിഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ സ്ഥലത്ത് സാറിന്റെ വിഷനും സാറിന്റെ തോട്ട്സ് ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ പിറന്നാൾ ആശംസകൾ. ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? മൊത്തം ഇഷ്ടമായില്ലേ? സോ ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കരുതിക്കോളൂ കേട്ടോ. എല്ലാവരുടെയും ട്രീറ്റും അതും ഇതൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. സോ യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എൻജോയ് യുവർ ഡേ. ഐ എം വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ.